ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണം ലോകം ഞെട്ടലോടെയാണ് ഉൾക്കൊള്ളുന്നത്. ആഭ്യന്തര അന്തർദേശീയ സാഹചര്യത്തിൽ ഇറാനെ ചങ്കൂറ്റത്തോടെ നയിച്ച നേതാവായ റൈസിയുടെ അപ്രതീക്ഷിത വിയോഗം ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. 2 ദശാബ്ദം നീണ്ട ചർച്ചകൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിൽ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നിൽ ഇറാൻ പ്രസിഡന്റിൻ്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. ഇന്ത്യയോടെ ഊഷ്മളമായ സൗഹൃദം എന്നും പുലർത്തിയിരുന്ന നേതാവായിരുന്നു റൈസി. ഞായറാഴ്ച ഉച്ചയോടെ അസർബൈജാനിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും പ്രവിശ്യ ഗവർണറും ഉന്നത ഉദ്യോഗസ്ഥരും അംഗരക്ഷകരും അടങ്ങുന്ന 9 അംഗ സംഘം കൊല്ലപ്പെട്ടത്. വനമേഖലയിൽ ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് കത്തിയമർന്ന ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഖിസ്ഖലാസി അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവെയാണ് ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണത്. 3 ഹെലികോപ്റ്ററുകളായിട്ടാണ് റൈസിയും സംഘവും യാത്ര തിരിച്ചത്. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുണ്ട്. അപകടം നടന്ന മലമ്പ്രദേശത്തെ കനത്ത മൂടൽമഞ്ഞായതിനാൽ രക്ഷാപ്രവർത്തനവും ബുദ്ധിമുട്ടായിരുന്നു. തുർക്കിയും റഷ്യയും രക്ഷാപ്രവർത്തനത്തിൽ സഹായിച്ചിരുന്നു. ഇറാൻ പരമോന്നത നേതാവിൻ്റെ പിൻഗാമിയായി പരിഗണിക്കപ്പെട്ടിരുന്ന റൈസിയുടെ വിയോഗത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവിനെയാണ് ഇറാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നഷ്ടമായിരിക്കുന്നത്. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2001 റൈസി ഇറാൻ പ്രസിഡന്റ് ആകുന്നത്. മതനിയമങ്ങൾ കർക്കശമാക്കിയതിനെ തുടർന്ന് തുടക്കത്തിൽ റൈസിക്ക് നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് പ്രബലനായ ഭരണാധികാരിയായി മാറുകയായിരുന്നു. ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയ തീരുമാനമെടുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നിർണായക പങ്കാണ് വഹിച്ചത്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനം പുലർത്തിയിരുന്ന റൈസി അക്കാരണത്താൽ തന്നെ അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അപ്രീതിക്ക് പാത്രമായിരുന്നു. അമേരിക്ക വിലക്കേർപ്പെടുത്തിയ ഇറാൻ നേതാക്കളുടെ പട്ടികയിൽ റൈസിയും ഉണ്ടായിരുന്നു. 2019 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്താണ് റൈസിക്ക് വിലക്കേർപ്പെടുത്തിയത്. ഇസ്രായേലിനെതിരെ അടുത്തിടെ നടത്തിയ ആക്രമണമാണ് റൈസിയെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയത്. അതോടെ റൈസിയുടെ ജീവനു നേരെ ഏത് സമയവും ആക്രമണം ഉണ്ടാകാം എന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ റൈസി കയറിയ ഹെലികോപ്റ്റർ മാത്രം തകർന്നു വീണത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇറാനും അസർബൈജാനും ഉന്നത സുരക്ഷാ വിദഗ്ധരും നടത്തുന്ന വിശദമായ അന്വേഷണത്തിന് ശേഷമേ അപകട കാരണം സംബന്ധിച്ച് വ്യക്തത കൈവരൂ. അപകടത്തിൽ റൈസി കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചതോടെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ഭാവിയിൽ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി.